യാത്രക്കാരെ ദുരിതത്തിലാക്കി മുരുങ്ങൂർ ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കാണ്. കോട്ട വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. 4 മണിക്കൂറിലധികമായി പല വാഹനങ്ങളും കുടുങ്ങിക്കിടക്കുന്നു. കോടതിയടക്കം വിമർശിച്ചിട്ടും ദേശീയപാത അതോറിറ്റി ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇന്നിപ്പോൾ തടിലോറി മറിഞ്ഞ് അപകടമുണ്ടായതോടെ കുരുക്കിരട്ടിയായി. കുരുക്കൊഴിവാക്കാൻ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. അർജുൻ മട്ടന്നൂർ ഇപ്പോൾ സ്ഥലത്തുണ്ട്. അർജുൻ, വലിയ കുരുക്കാണ്. ദൃശ്യങ്ങളിൽ കാണാം നീണ്ട നിര. ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആംബുലൻസ് അടക്കം കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങൾ കാണാം. എന്താണ് ഇപ്പോൾ ഈ ഗതാഗത കുരുക്ക് അഴിക്കാനുള്ള ശ്രമങ്ങൾ? സ്മൃതി, വലിയ ഗതാഗത കുരുക്ക് കഴിഞ്ഞ കുറേ നേരമായി അനുഭവപ്പെടുകയാണ്. രാവിലെ ഇന്നലെ രാത്രിയാണ് ഇവിടെ ഒരു മുരിങ്ങൂരിൽ ഒരു തടിലോറി മറിഞ്ഞത്. അതിന് പിന്നാലെ ഗതാഗത കുരുക്ക് രൂക്ഷമായി. കഴിഞ്ഞ കുറേ ദിവസമായി ഇവിടെയൊക്കെ തന്നെ കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോഴും നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. പല വഴിയിലും ഇത്തരത്തിൽ വഴിതിരിച്ചു വിടുന്നുണ്ടെങ്കിൽ പോലും കുരുക്കിന് യാതൊരു കുറവുമില്ല. ചേട്ടാ, കുറെ നേരമായി കാത്ത്. 2 മണിക്കൂറോളായി. 2 മണിക്കൂറായി. എയർപോർട്ടിലേക്ക് പോവാ. എപ്പോഴാ ഫ്ലൈറ്റും സമയം ഉണ്ടാക്കാൻ ഇറങ്ങിയതാണ്. ഒന്ന് വരിക. ഇവിടെ തൃശ്ശൂരിൽ തന്നെ 2 മണിക്കൂറായി ബ്ലോക്ക് തന്നെ കിടക്കുന്നത്. ഇവിടെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ 1 മണിക്കൂറോളായിട്ട് ഒരു 10 മീറ്റർ പോലും ഇങ്ങനെ നീങ്ങിയിട്ടില്ല. അങ്ങനെ കിടക്കണം. അത് തന്നെയാണ് സ്മൃതി. അതായത് എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാരടക്കമുണ്ട്. അവരടക്കം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, നിരവധി കാറുകൾ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എത്ര നേരമായി അവിടെ നിൽക്കുന്നു? ഈ വാഹനങ്ങൾ അല്പമെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടോ, അതോ കുറെ നേരമായി ഒരേ അവസ്ഥയിൽ കിടക്കുകയാണോ? യാത്രക്കാരുടെ കൂടുതൽ പ്രതികരണങ്ങൾ കേൾക്കാം. സ്മൃതി, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആളുകളൊക്കെ തന്നെ കുട്ടികളുമായൊക്കെ തന്നെ ബാത്റൂമിൽ പോകാൻ പറ്റാണ്ടത്. ഞങ്ങള് വണ്ടിയിൽ ആൾക്കാരെ അവിടെ നിർത്തിയേക്കാ. എന്തൊരു കഷ്ടം അത്. അവരോട് ചോദിക്കുക പ്രതികരണം. എന്താ ചേച്ചി? അമ്മയ്ക്ക് മോളുടെ അമ്മയ്ക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടിട്ടേ അതിന് പോയതാണ്, അല്ലാണ്ട് വേറെ ഒന്നല്ല. അതായത് റോട്ടിൽ തന്നെ ഈ കുരുക്ക് കിടക്കുമ്പോൾ തന്നെ പോയി ബാത്റൂമിൽ പോകേണ്ട അവസ്ഥ. ഗതി മുട്ടിയ പിന്നെ എന്താ ചെയ്യാ നമ്മള്? ഇതല്ലാണ്ട് അപ്പൊ വേറൊരു വീട് അന്വേഷിച്ചിട്ട് പോവാ. അതാണ് ചെയ്തത്. വീട് ചോദിച്ചിട്ട് വീട്ടിലാണോ പോയത്? അതെ, അവിടെ ഒരു വീടുണ്ട്, വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അങ്ങോട്ട് വീട്ടിലേക്കാണ് ഇപ്പൊ ബാത്റൂമേ പോയേക്കണത്. അല്ലാണ്ട് റോഡ് സൈഡ് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ സ്ത്രീകൾക്ക്. ഇവിടെ ബാത്റൂമിന്റെ ഇതൊന്നും സജ്ജീകരണം ഒന്നും ഇല്ലല്ലോ. അപ്പൊ ആ വീട്ടിലേക്കാണ് പോയേക്കണത്, ബാത്റൂമിലേക്ക്. പിന്നെ കുട്ടികൾ ഇപ്പൊ എങ്ങനെയാണ് വിശന്നിട്ടൊക്കെയാണ് ഇരിക്കണത്. ഓരോരുത്തരെ ഈ ബ്ലോക്ക് കഴിഞ്ഞാലല്ലേ നമുക്ക് ഹോട്ടലിൽ നോക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 മണിക്കൂറിൽ പ്രായമായിട്ടുള്ള ആൾക്കാരെയും കൊണ്ട് പറഞ്ഞ ഞങ്ങള് ഭരണങ്ങാനം പോവാ. തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി രാത്രി 2 മണിക്കൂർ സ്ത്രീകൾ മൂത്രയ്ക്ക് അടുത്ത വീടുകളിലേക്ക് പോവാ. ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ? നമ്മൾ പ്രതികരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന സ്ഥിരം അനുഭവിക്കുന്നത്. ഇപ്പൊ സ്ത്രീകൾ നോക്കിയാൽ മൂത്രമൊഴിക്കാൻ മുട്ടി അവരെ പ്രാഥമിക കർമ്മം പറ്റാണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, കുട്ടികളുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു വഴിയൊന്ന് തെളിച്ചു തരാൻ പറയും സർക്കാരിനോട്. ഇതാണ് അവസ്ഥ. അതായത് ഗതാഗത കുരുക്കിൽ നടു റോട്ടിൽ വണ്ടി കുടുങ്ങിക്കിടക്കുന്നു. അവിടെ നിർത്തി സമീപത്തെ വീടുകളിലും മറ്റും ബാത്റൂമിൽ പോകേണ്ട അവസ്ഥയുണ്ടായിരിക്കുന്നു. അത്രയും വലിയ ദുരിതമാണ് ഇവർ അനുഭവിക്കുന്നത്. ചേട്ടാ, കുറെ നേരമായി നിൽക്കുന്നു. ഞാൻ ഇപ്പം അടുത്താണ് വന്നത്. പക്ഷെ എനിക്ക് ഇവിടുത്തെ ഉള്ളുവഴി അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ പാലത്തിൻ്റെ അടി കൂടെ ഇപ്പുറത്ത് ഇങ്ങോട്ട് കടന്നു വന്നു. ഞങ്ങൾ കൊരട്ടിക്ക് പോകാൻ പുളിയത്തി പോകാൻ വന്ന ആൾക്കാരാ. ഇതാണ് പോകാൻ പറ്റണ്ടേ? ഞാൻ വണ്ടി തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോവാണ്. വണ്ടി തിരിച്ച് ടൂ വീലർ ഇട്ടേക്കാണ്. ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് ഒരു കാര്യത്തിനും. എന്താ കാര്യം? ഒരു സർക്കാരും സ്മൃതി, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. KSRTC ബസ്സുകളുണ്ട്, ലോറികളുണ്ട്, കാറുകളുണ്ട്. ഇത്തരത്തിൽ നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇത്തരം നിരവധി യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ചേച്ചി, എങ്ങോട്ട് പോവാ? ബ്ലോക്കിൽ കുറെ നേരം. പിന്നെ കുറെ നേരം ഡ്യൂട്ടിക്ക് പോണ വഴിയാണ്. ഡ്യൂട്ടിക്ക് പോകുന്ന വഴി. എപ്പോഴാ ഡ്യൂട്ടിക്ക് എത്തുന്ന സമയമൊക്കെ കഴിഞ്ഞു. സ്മൃതി, അതാണ്. അതായത് ഡ്യൂട്ടിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾപ്പെട്ട് യാത്രക്കാർ
സ്ത്രീകളും കുട്ടികളുമായുള്ള യാത്രയിൽ കാറിലെ സ്ത്രീകൾ ബാത്റൂമിൽ പോകാൻ സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം പറഞ്ഞു. ജോലിക്ക് പോകാൻ മണിക്കൂറുകളായി കാത്തുകെട്ടി കിടക്കേണ്ട അവസ്ഥ. അർജുൻ, ഇപ്പോൾ ഒരു തടി ലോറി മറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അപകടം, അതിന്മേലാണോ ഇത്രയും നേരമായിട്ടുള്ള ഗതാഗതക്കുരുക്ക്? അതെന്താണ് പരിഹരിക്കാൻ ഇത്ര വൈകുന്ന അർജുൻ? സ്മൃതി, തടിലോറി മറിഞ്ഞതുകൊണ്ട് ഈ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കഴിഞ്ഞ കുറേ ദിവസമായി ഈ കുരുക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഏതാണ്ട് 7 കിലോമീറ്ററോളം ദൂരം വലിയ ഗതാഗതക്കുരുക്ക് നേരിടുന്നുണ്ട്. നേരത്തെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാത്ത പ്രശ്നം, പലയിടത്തും വലിയ കുഴികളുണ്ട്, വലിയ വെള്ളക്കെട്ടുണ്ട്. ഇത്തരത്തിൽ ഈ മേഖലയിലൊക്കെ തന്നെ പണി പൂർത്തിയാക്കാത്തതുകൊണ്ടും അതോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടും വലിയ ഗതാഗതക്കുരുക്കുണ്ട്. നേരത്തെ നമുക്കറിയാം, ഈ പാലിയേക്കരയിൽ ടോൾ പ്ലാസ പിരിക്കുന്നത് താൽക്കാലികമായി കോടതി തടഞ്ഞിരുന്നു. പക്ഷേ അതിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ കരാർ കമ്പനി. അതേസമയം അവർ ഈ മറ്റുള്ളവർക്ക് നൽകുന്ന എല്ലാ സർവീസുകളും പൂർണ്ണമായി നിർത്തിവെച്ചിട്ടുമുണ്ട്. അതായത് ആംബുലൻസ് സർവീസ്, അതോടൊപ്പം തന്നെ ക്രെയിൻ, JCB അടക്കമുള്ള സർവീസുകളൊക്കെ തന്നെ നിർത്തിവെച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പാലിയേക്കരയിൽ നിന്ന് ഒരു ക്രെയിനോ JCB എത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരമൊരു സാഹചര്യവുമില്ല. മാത്രമല്ല, ഈ ഗതാഗത കുരുക്കിനിടയിൽ ഇത്തരത്തിൽ ആളുകൾക്ക് ഏതെങ്കിലും വാഹനങ്ങൾക്ക് ഇത്തരം അപകടം സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനത്തിൽ എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യവുമുണ്ട്. നമുക്ക് കാണാം, KSRTC ബസ്സൊക്കെയുണ്ട്. ചേച്ചി, എവിടുന്ന് വരിക? ബ്ലോക്കില് കുറേ നേരമായി. ചേച്ചി, എങ്ങനെ കുറേ നേരമായി ബ്ലോക്ക് പെട്ടിട്ട്? ഒരുപാട് നേരമായി, 3/4 മണിക്കൂറായി ഞങ്ങളിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ അങ്കമാലിക്ക് പോണതാ, 10 മണിക്ക് ജോലിക്ക് കയറേണ്ടതാ. ഞങ്ങള് ഡ്യൂട്ടി കയറേണ്ടതാ. എത്ര നേരമായി ഇവിടെ കിടക്കണതാ? ആലുവ രാജഗിരിയിലേക്ക് പോണത് ആശുപത്രിയിലേക്ക്. 12 മണിക്ക് ഡോക്ടറെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്താണതാ. എത്ര മണിക്ക്? 12 മണിക്ക്. എത്തിയിട്ടില്ല. ഞാൻ ഡോക്ടറെ കണ്ട് പോണതാ. പലതരത്തിൽ ബുദ്ധിമുട്ടുന്ന യാത്രക്കാരെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശുപത്രിയിലേക്ക് പോകാൻ സമയം വൈകുന്നു. സമയം 11 മണി, 12 മണിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തവരാണ്. 9 മണിക്ക് ആലുവ ജംഗ്ഷൻ എത്തേണ്ടത് തന്നെ. ഒരു സുഖൂലത്തെ പാർട്ടി കൊണ്ട് പോയി തന്നെ. സുഖൂലത്താളെയും കൊണ്ട് എങ്ങോട്ട് പോവാ? ആലുവ അപ്പൻഡിക്സുള്ള പാർട്ടിനെ കൊണ്ട് പോയാണ്. ഇപ്പോൾ എത്ര നേരമായി ഇവിടെ? 1-2 മണിക്കൂറായി. 2 മണിക്കൂറായിട്ട് പോയിട്ടില്ല. എല്ലാവരും പോലീസുകാരും നിൽക്കേണ്ടി ശരിക്കും കൺട്രോൾ ചെയ്യുന്നില്ല, തിരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സ്മൃതി, നമുക്ക് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് ഇവർ അനുഭവിക്കുന്ന ദുരിതം. പല ദീർഘദൂര ബസ്സുകളുണ്ട്.